ഗൈസ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി പഴംപൊരിയാണ് കേട്ടോ. നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയാണ്. ഞാനിതിൽ എൻ്റെ ഒരു സീക്രട്ട് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കണ്ടില്ലേ, എത്ര കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണെന്നല്ലേ. നമുക്കപ്പോൾ റെസിപ്പിയിലോട്ട് പോയാലോ. അതിനായി ഞാനിവിടെ 1.5 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് എനിക്കിച്ചിരി മധുരം കൂടുതൽ ഇഷ്ടമായതുകൊണ്ടിട്ടാണ്. എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ടെന്നേ ഉള്ളൂ. അതിൽ കുറച്ച് കളർ പൗഡർ കൂടി ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുക. ബേക്കിംഗ് സോഡ ചേർത്താൽ നമുക്ക് മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നത്. പിന്നെ നമ്മളൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ 1.5 കപ്പ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്ന രീതിയിലായിട്ടില്ല, കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇതാണ് എൻ്റെ സീക്രട്ട്. ഞാൻ 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് മാവ് ഈ രീതിയിൽ കിട്ടണം. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയും ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മാവ് നമുക്ക് ഈ രീതിയിൽ കിട്ടിയതിന് ശേഷം പഴം എടുക്കാം. ഞാനൊരു 1/2 കിലോ പഴം ഇതുപോലെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പഴത്തിന് 4 കഷ്ണങ്ങളാക്കിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ചട്ടിയിൽ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. പിന്നെ പഴം ഇതുപോലെ ഒന്ന് മാവിൽ മുക്കിയെടുത്ത് എണ്ണയിലിടുക. അപ്പോൾ നമ്മുടെ പഴംപൊരി ഏകദേശം റെഡിയായി വരുന്നു. അപ്പം ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് തിരിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒന്ന് എല്ലാ സൈഡും ഒരുപോലെ നന്നായിട്ട് മുരിച്ചെടുക്കുക. നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് നിങ്ങളെ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ അടിപൊളി പഴംപൊരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത റെസിപ്പിയായിട്ട് വരാം. താങ്ക് യു.